ത്വാഹ മാടായി രചിച്ച മുഖമെന്ന പുസ്തകമാണ് ഇന്നത്തെ വായനയ്ക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്നതാണ് ഈ പുസ്തകം. വളരെ കാഴ്ചയിൽ തന്നെ വളരെ ആകർഷണത്വം തോന്നുന്ന രൂപത്തിലാണ് ഇതിൻ്റെ കെട്ടും മട്ടും ഭാവവും നിലകൊള്ളുന്നത്. വളരെ ചെറിയ ഇത് എത്രമാത്രം കാഴ്ചയിൽ നിങ്ങൾക്കിത് ബോധ്യപ്പെടുമെന്നറിയില്ലെങ്കിൽ കൂടിയിട്ട് നമ്മളൊക്കെ പണ്ട് ചെറുപ്പകാലത്ത് കഥാപുസ്തകങ്ങളൊക്കെ വായിക്കുന്ന രൂപേണയുള്ള അതിനേക്കാൾ ഒരു ചെറിയ സൈസിലാണ് ഇതിൻ്റെ രൂപം. ത്വാഹാമാടായി മുഖം, തെരുവ് നായ്ക്കൾ കടിച്ചു തിന്ന ഒരു മദ്യപൻ്റെ മുഖമെഴുത്ത്. ഇത് വളരെ ആകർഷകമായിരിക്കുന്നൊരു പുസ്തകമെന്ന് പറയാനുള്ള കാരണം ഇത് കേവലം ഒരു പുസ്തകമായിട്ടല്ല, ഇതൊരു ബോധവൽക്കരണത്തിന് ഉതകുന്ന രൂപേണയുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇതിൻ്റെ രചയിതാവ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രസാധകരായിരിക്കുന്ന DC ബുക്സും ഈ പുസ്തകത്തെ വിലയിരുത്തുന്നത്. ഇത് ഒരു മദ്യപൻ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്ത് നിയന്ത്രണമില്ലാത്ത രൂപേണ മദ്യപാനിയായി തീർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് സംഭവിക്കുന്ന ഒരു ഇൻസിഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ ജീവിതകഥയാണ് ഇതിന് ഇതിവൃത്തമായിട്ടുള്ളത്. അലോഷ്യസ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. ഞാൻ ഇതിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കാം. ഇതിൽ സുന്ദരമായിരിക്കുന്ന ചിത്രങ്ങൾ, വളരെ സുന്ദരമായിരിക്കുന്ന രൂപത്തിൽ കവിതാ ബാലകൃഷ്ണനാണ് ഇതിൻ്റെ ആർട്ട് നിർവഹിച്ചിരിക്കുന്നത്. സുന്ദരമാണ് ചിത്രങ്ങൾ. കാഴ്ചയിൽ തന്നെ നമുക്ക് വളരെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന രൂപത്തിൽ നമുക്ക് കേവലം ഒരു പുസ്തകത്തിൻ്റെ കെട്ടും മട്ടുമല്ലാതെ ആകർഷണത്വമുള്ള രൂപേണുള്ള ചിത്രങ്ങളും അനവധി ഉൾപ്പെടുത്തിയതായി കാണാം. പുസ്തക വായനയിലോട്ട് കടക്കുന്നു. കുടിച്ചു വീഴുന്നവർക്കും കുടിച്ചു വാഴുന്നവർക്കും സമർപ്പണം. നല്ല വാക്യമാണ്. കുടിച്ചു വീഴുന്നവർക്കും കുടിച്ചു വാഴുന്നവർക്കും സമർപ്പണം. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു വചനം കൂടി ഇവർ ചേർത്തിട്ടുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ: അപരിചിത സ്നേഹിതർക്ക് അങ്ങെന്നെ പരിചയപ്പെടുത്തി, എൻ്റേതല്ലാത്ത ഭവനങ്ങളിൽ അങ്ങെനിക്ക് ഇരിപ്പിടം നൽകി, അകലങ്ങളെ അരികിലെത്തിക്കുകയും അറിയാതിരുന്നവരെ എനിക്ക് സഹോദരങ്ങളാക്കുകയും ചെയ്തു. ഈ വാക്യത്തിൻ്റെ ധ്വനി എവിടെയാണ് അത് എന്ന് നമുക്ക് ഉള്ളിലെ പേജുകൾ താളുകൾ മുറിക്കുമ്പോൾ ബോധ്യപ്പെടും. ഇതെവിടെയാണ് സ്യൂട്ടാവുക എന്നുള്ളത്.